അസ്സലാമു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പല പോസ്റ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ കാര്യങ്ങൾ തലതിരിച്ച ആളുകൾ മനസ്സിലാക്കുന്ന രീതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഭാര്യമാരെ ട്രോളുന്ന ആളുകളുണ്ട്, കൂട്ടുകാരെ, കുടുംബത്തിലെ ആളുകളെ ട്രോളുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ ചില ആളുകൾ എന്തെങ്കിലും നല്ല സ്വഭാവം നമ്മളോട് വെച്ച് പുലർത്തുന്നവരാകണമെന്നില്ല എല്ലാവരും. അപ്പോൾ പലപ്പോഴും പലരും പറയാറ്, പല പോസ്റ്റുകൾ നമ്മൾ വായിക്കാറ്, അവരങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറിയിട്ട് കാര്യമില്ല, കാരണം അവരിങ്ങോട്ട് എങ്ങനെയാണ് എന്ന രീതിയിൽ. മറിച്ച് അങ്ങനെയല്ല, ഭാര്യയോടാകട്ടെ, കൂട്ടുകാരോടാകട്ടെ, കുടുംബത്തിലുള്ളവരോടാകട്ടെ, ഇനി ഏതെങ്കിലും മൃഗങ്ങളോടാകട്ടെ. നമുക്കറിയാം, മൃഗങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് നമുക്ക് എന്താ അങ്ങോട്ട് കിട്ടുക. ഇപ്പോൾ നായക്ക് വെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഏതെങ്കിലും ഒരു ജീവി നമ്മൾ പോകുന്ന സമയത്ത് ഒന്ന് കുടുങ്ങിക്കിടക്കുകയാണ്, അപ്പോൾ നമ്മളതിനെ രക്ഷപ്പെടുത്തുകയാണ്. പൂച്ചയാകട്ടെ, പട്ടിയാകട്ടെ, എന്തെങ്കിലും ഒരു ജീവിയാകട്ടെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ചിലപ്പോൾ ഒന്ന് ഒരു നന്ദി സൂചകമായ ചില അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അത് പോകും. മറിച്ചൊന്നും വലിയ ഇത് കിട്ടാറില്ല. പക്ഷേ നമ്മൾ ഒരുപാട് സമയം നമ്മൾ മെനക്കെട്ടുണ്ടാവും, ഒരുപാട് ചിലപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നല്ല മനസ്സിലാകുന്നതിലേക്ക് അതിനെ വളർത്തും. അതുപോലെ ഒരു നല്ലൊരു മനുഷ്യരാക്കി നമ്മളത് മാറ്റും. അതെ, ഇപ്പോൾ ആടിനെ പോരുന്നവർക്കൊക്കെ കൂടുതൽ സഹനമുണ്ടെന്ന് നമുക്ക് പഠനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും, നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അത്. അതേപോലെ ചില ഭാര്യമാരെ ട്രോളുന്ന ആളുകളുണ്ട്. ഭാര്യമാർ അങ്ങനെയാണ്, ഭാര്യമാർ ഇങ്ങനെയാണ്. അവരെ വീട്ടിലേക്ക് ചെന്നാൽ ഒരുപാട് സമയം അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരണം. ഒരുപാട് നിങ്ങൾ ട്രോളുകൾ അത് ഒരുപാട് നിങ്ങൾ കാണാറുണ്ടാവും. മറിച്ച് ഭാര്യയുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക എന്നതാണ്. ഏതൊരു ഭർത്താവും നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ, അവിടെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, കാരണം ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുപോലെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അമാനത്താണത് എന്ന വിഷയം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും അവരെ നല്ല രീതിയിൽ നോക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അവരോട് ചില കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ക്ഷമയെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ക്ഷമയെക്കുറിച്ച് ഇന്നല്ലാഹ സ്വാബിരീൻ, അല്ലാഹുമ്മ സ്വാബിരീൻ, ഒരുപാട് കുത്തുബകളിലും നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ വീടുകളിൽ എത്തുന്ന സമയത്ത് നമുക്കിതൊന്നും ഓർമ്മ ഉണ്ടാകാറില്ല പലപ്പോഴും. അപ്പോൾ നമ്മൾ ഈ വിഷയമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അമാനത്താണ്, നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് നമ്മളെ ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, അവരൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുമെന്ന ചിന്തയോടെ, ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്, ഒരു പുണ്യകർമ്മമാണ്, സൽക്കർമ്മമാണ്. നമ്മൾ പറയാറുണ്ട് സാധാരണ, മറ്റുള്ളവരോട് ചിരിക്കൽ പുഞ്ചിരി സദക്കയാണ്, പുഞ്ചിരി സദക്കയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ, അവരോട് ചിരിക്കുകയും തമാശകൾ പറയുകയും നല്ല നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് അവർ ഉയർന്നു വരുന്നതായും നമ്മൾ അതേപോലെ ഇങ്ങോട്ട് പരിഗണിക്കുന്നതായും സ്നേഹിക്കുന്നതായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്ത്രീകളെ പരിഗണിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിഷയം. ഓരോ വിഷയത്തിലും അവരെ പരിഗണിക്കുക. അതേപോലെ കുടുംബത്തിലുള്ള ആളുകളോട് വളരെ നമ്മളിങ്ങോട്ട് മോശമായി പെരുമാറുന്നു, അങ്ങനെയല്ല, നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് അങ്ങോട്ട് പെരുമാറാമെന്ന് വെച്ചാൽ അത് എങ്ങനെ ഉണ്ടാകുക? മറിച്ച് നമ്മളും മോശം അവരും മോശമാകുമെന്നല്ലേ നമ്മൾ പറയും. ചില ആളുകൾ വക്കോട്ടി സ്വഭാവം കാണിക്കുന്നവരുണ്ടാവും. നമ്മൾ അങ്ങോട്ട് അതേപോലെ കാണിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മളും അതേപോലെ ആയി മാറുകയാണ് യഥാർത്ഥത്തിൽ. മറിച്ച് നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ നല്ല രീതിയിൽ അവർ പെരുമാറാം, ഇല്ലെങ്കിൽ നമുക്കത് ഗുണമാണ്. നമ്മളെ ഒരാൾ ചീത്ത പറഞ്ഞു, നമ്മളത് ഒരുപാട് കാലം, ഇപ്പോൾ നമുക്കറിയാം ശാസ്ത്രീയമായി ഒരുപാട് പഠനങ്ങൾ പുരോഗമിച്ച കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെ ഒരാൾ വിഷമിപ്പിക്കുമ്പോൾ, ഒരു വിഷമത്തിൻ്റെ വാക്ക് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ അത് കൊണ്ടു നമ്മളിങ്ങനെ കാലങ്ങളോളം കഴിച്ചു കൂട്ടി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഓരോ പ്രാവശ്യം നമ്മൾ മനസ്സിൽ അത് ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും ആ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും വീണ്ടും വീണ്ടും നമ്മൾ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മളത് കേട്ട് അത് അവൻ അങ്ങനെയാണെന്ന് ആലോചിച്ച് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവർ നമ്മൾ വിഷമിപ്പിക്കുകയല്ല, നമ്മളാരെങ്കിലും വിഷമിച്ചാൽ തന്നെ നമ്മളത് പുറത്തു കൊടുക്കുകയും മാപ്പാക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും, സാരല്ല അവൻ അങ്ങനെ ആയിക്കോട്ടെ. രാത്രി കിടക്കുന്ന സമയത്തെങ്കിലും ഒരു സഹാബിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കൂടുതലായി കർമ്മങ്ങളൊന്നുമില്ല, അദ്ദേഹം പ്രവാചകൻ പറഞ്ഞ അദ്ദേഹം സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ ഒരു സഹാബി പിന്തുടർന്നു. സഹാബികളുടെ ഒരു സ്വഭാവം നോക്കണേ. ഒരു സഹാബി പിന്തുടർന്നു, എന്താ അദ്ദേഹം പുതിയതായി എന്താ ചെയ്യുന്നത്, എന്ത് കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അനുകരിച്ചുകൊണ്ട് ഫുള്ള് നോക്കുമ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നതൊന്നും കാണുന്നില്ല, സാധാരണ മറ്റുള്ളവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും പക വെച്ച് പുലർത്തുന്നില്ല. അത്ര നല്ലൊരു ക്വാളിറ്റി അദ്ദേഹത്തിൽ ഉണ്ട് ഉള്ളിൽ. അതാണ് അദ്ദേഹത്തിന് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണം. അതുപോലെ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നന്നാകുക. ഇപ്പോൾ ബസ്സിൽ വൃദ്ധനായ മനുഷ്യൻ വന്നു, നമ്മൾ എഴുന്നേറ്റ് നിന്നു, നമ്മൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഒരു ഗർഭിണിയായ സ്ത്രീ വന്നു, നമ്മൾ അവർക്ക് സീറ്റ് കൊടുത്തു. ഒരു കൊച്ചുകുട്ടി ബാഗൊക്കെ തൂക്കി പ്രയാസപ്പെട്ട് വന്നു, നമ്മൾ ആ കുട്ടിക്ക് എഴുന്നേറ്റ് നിന്ന് സീറ്റ് കൊടുത്തു. എന്താ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക?
നമ്മളൊക്കെ ചില ആളുകൾ അപ്പം തന്നെ റിസൾട്ട് കിട്ടണം, ചില ആളുകൾക്ക് അപ്പം തന്നെ ഇങ്ങോട്ടൊന്നും ഗുണം കിട്ടണം. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഒരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഭാര്യയ്ക്കൊരു പ്രയാസം വരുമ്പോൾ, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കപ്പെട്ടേക്കാം. നമ്മൾ ഈ ഒരാളെ ചെയ്യുന്ന സഹായം കൊണ്ട്, ഒരു വൃദ്ധന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ കിട്ടിയേക്കാം. അതൊക്കെ ചിന്തിച്ചു നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുക. നമ്മൾ ആരോഗ്യമുള്ള ആളാണല്ലോ, ചെറുപ്പക്കാരാണല്ലോ, എഴുന്നേറ്റ് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല. അതിലൂടെ നമ്മൾ വിനയം വർദ്ധിക്കുകയും നമുക്ക് നല്ല സ്വഭാവത്തിന് നമ്മൾ ഉടമയാകുകയും അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുകയും ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നിയ്യത്തുകൾ ഓരോ പ്രവൃത്തിയും അതിന് നിയ്യത്ത് അടിസ്ഥാനത്തിലാണ് വലുതാണെന്ന്. അപ്പോൾ ചില പണ്ഡിതന്മാരുടെ പ്രത്യേകത അതാ, ഒരുപാട് നിയ്യത്തുകൾ കൊണ്ട് കർമ്മങ്ങൾ ഒരുപാട് ചെറുത് ചെയ്യുന്നെങ്കിലും അവരുടെ ചെറിയ കർമ്മം ഒരുപാട് ആ നിയ്യത്തിൻ്റെ ആധിക്യത്താൽ ഒരുപാട് അവർ സമ്പാദിക്കും, പുണ്യം സമ്പാദിക്കും. അതുപോലെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പെരുമാറും. അതുപോലെ മൃഗങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ, ബന്ധുക്കളുടെ കാര്യത്തിൽ, അയൽക്കാരുടെ കാര്യത്തിൽ, അയൽക്കാരുടെ കാര്യത്തിൽ ചില ആളുകളുണ്ട്, അയൽക്കാരുടെ വിഷയത്തിൽ ഭയങ്കര ഇത് കാണിക്കുന്ന ആളുകൾ. ഓൻ അങ്ങനെയാണ്, ആ അയൽക്കാരൻ അങ്ങനെ, ഈ അയൽക്കാരൻ. ഞാൻ നാട്ടിൽ പോയി അങ്ങനത്തെ ഒരു അയൽക്കാരെ ഞാൻ കാണില്ല. നമുക്കെല്ലാം നല്ലവരായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ പുറം മൂടി വെച്ചുകൊണ്ടൊന്നും കാണരുത്, അകം തുറന്ന് നമ്മൾ കാണാനും നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ സഹകരിക്കാനും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ആദർശം സ്വീകരിച്ചവരാണെങ്കിലും, ഏത് മതവിശ്വാസിയാണെങ്കിലും, ഇനി മതമില്ലെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അയൽക്കാരാണല്ലോ, അയൽക്കാരുടെ വിഷയത്തിൽ നമ്മൾ സൂക്ഷിക്കുക. നല്ല രീതിയിൽ അവർ പെരുമാറാനും അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനങ്ങളാണ് കൊണ്ടുകൊടുക്കാനും, അങ്ങനെ എല്ലാ രീതിയിലും ഉപകാരങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യണം. ഇങ്ങോട്ട് അവരിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, മറിച്ച് നമുക്കോ നമ്മളെ മക്കൾക്കോ മക്കൾക്കോ പാരമ്പര്യത്തിൽ ചിലപ്പോൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിച്ചേക്കാം. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മുടെ ഏടുകളിൽ നിറയെ നമ്മൾ കണ്ടേക്കാം പ്രതിഫലം. ഞാൻ ഇത്രയൊന്നും ചെയ്തില്ലല്ലോ എന്ന് അവർ, അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് കഹ്ഫിൽ പറഞ്ഞല്ലോ, നിങ്ങളെ അവൻ്റെ ഗ്രന്ഥങ്ങൾ അവൻ്റെ കയ്യിൽ നൽകപ്പെടുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് വലത് കയ്യിലും നൽകപ്പെടുന്നു. അപ്പോൾ അവൻ അതിശയിച്ചു പോകും, ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇത്ര കാലം. അവർ ചിലപ്പോൾ നമ്മളെ അയൽക്കാരന് നമ്മൾ മരിച്ച ശേഷം അവരിൽ കിട്ടുന്ന പ്രാർത്ഥനകളായിരിക്കാം, നമ്മളെ മക്കളിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്വഭാവം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ഒരിക്കലും ഒരാളോട് പെരുമാറരുത്. ഒരു ജീവികളോടാകട്ടെ, മറ്റ് മനുഷ്യരോടാകട്ടെ, കുടുംബക്കാരോടാകട്ടെ, എല്ലാവരും നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ നമ്മൾ നല്ല മനുഷ്യനായി ജീവിച്ച് കാണിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി അതുപോലെ മറ്റുള്ളവർ പ്രവർത്തിക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം നന്നായി കുടുംബത്തിനും ഭാര്യയുടെ മക്കളുടെ ഇടയിലൊക്കെ നല്ല മനുഷ്യനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.